ചേടാ കുട്ടികളുണ്ടെന്നും വെച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല. ആള് കാണാൻ കൊള്ളാമോ? എങ്കിൽ നോക്കിക്കോ. ഇവനോടല്ലേ ഈ പറയുന്നത്? നല്ല ഐശ്വര്യമുള്ള A1. നിന്നോട് എന്തിനാ ഇതൊക്കെ ഈ പറയുന്നത്? ഒന്ന് പറയടാ. ഡേ ഒന്ന് മിണ്ടായിരടാ. അതല്ലടാ, ഈ ഫാമിലി പാർട്ടി ആകുമ്പോഴേ യാതൊരു പ്രശ്നവുമില്ല. സംഗതി സേഫ് അല്ലേ? അല്ല, കുഴപ്പമുണ്ടേലേ ഞങ്ങള് നോക്കിക്കോളാവേ. ജോണി, കുഴപ്പമല്ല ഉണ്ടാവൂടാ. തുടങ്ങി. ഇവനാണെങ്കിൽ കഞ്ചാവടിക്കുമ്പോഴെങ്കിലും കുറച്ച് ധൈര്യമുണ്ട്. നിനക്ക് അതുമില്ലല്ലോ. അല്ല, അതുകൊണ്ടല്ല. അന്നപ്പോഴെന്നെ ഡാർലിംഗ് വിളിച്ചല്ലേ? പിന്നല്ലാതെ. യു ക്യാരി ഓൺ മാൻ. ഇതുപോലെ ഒരു ചാൻസ് വരാനുണ്ടോ? എന്റെ പൊന്നു മോളെ, ഞാൻ ഇനി ഒരു 100 തവണ ഫോൺ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് എടുക്കണ്ടേ? ഞാൻ എങ്ങനെ എടുക്കുന്നായി പറയണേ? 2 ദിവസമായിട്ട് ഫോൺ ബില്ല് കേട്ടാലേ എനിക്ക് ആകെ ടെൻഷനാ. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ചേട്ടൻ ഇങ്ങനെ ലോകം ചുറ്റി നടന്നാലോ? ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യം അവൻ ഫോൺ ചെയ്തെന്നറിയോ? എന്തൊക്കെ തോന്നിയ അവൻ പറഞ്ഞു കൂട്ടണേ. ഒന്നുമില്ല. ഒരു പീറ ചെറുക്കം വല്ലതും പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ പേടിച്ചാലോ? അവനൊരു ചുക്കും ചെയ്യില്ലെന്നേ. ചേട്ടൻ അതും പറഞ്ഞങ്ങ് പോയാ മതിയല്ലോ. അവൻ എപ്പോഴാ കയറി വരുമെന്ന് എനിക്ക് പേടി. എനിക്ക് പോവാതൊക്കോ മോളെ? എന്റെ ജോലി അത്തരത്തിലായി പോയില്ലേ? നോക്ക്, ഈ ടൗണിലാവുമ്പോഴേ ഇങ്ങനെ പലതും നടന്നിരിക്കും. നീയാണെങ്കിൽ ഒരു തനി നാടൻ, എന്താ പറയേണ്ടത്, ശാരീരിക സൗന്ദര്യമൊന്നോ സന്ധ്യക്ക് വിളക്കും ഒക്കെ എടുത്ത് ദീപം ദീപം എന്നൊക്കെ പറഞ്ഞു. അയ്യോ, അവനാ ഫോൺ ചെയ്യുന്നത്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഹലോ, എന്താ? അല്ല, പക്ഷെ ആള് മാറി. വല്ല പോലീസോ മറ്റോ ആണോ? പോലീസ് അവന്റെ ഒരു ഭാവന പോന്ന്. അവരവിടെ കാവലിരിക്കല്ലേ? എടാ, അവിടെ മറ്റേ ആനക്കാരനാവോ? അവൻ അതിനപ്പുറം. നീ ഒന്നുകൂടെ കറക്കടാ, വല്ല റോങ്ങും വീണായിരിക്കും. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഉച്ചയ്ക്ക് വരാം. ഓഫീസ് കൊടുത്തേക്ക്. ആരെയിപ്പോ ഫോൺ ചെയ്ത്? ഹലോ പറഞ്ഞു, കട്ടായി. നിനക്ക് ഫോണെന്ന് പറഞ്ഞാലേ പേടിയായി തുടങ്ങില്ലേ? അവൻ തന്നെ ആയിരിക്കുള്ളത്. ഞാൻ തനിച്ചാണെന്ന് വിചാരിച്ച അവൻ ഈ വൃത്തികേടുകളൊക്കെ കാണിക്കുന്നത്. ചേട്ടന്റെ ശബ്ദം കേട്ട് വെച്ചതാവും. സാരമില്ലെന്നേ. പോലീസുകാരെന്താ പറഞ്ഞേ? ഇനി അവൻ ഫോൺ ചെയ്യുമ്പോ സംസാരിച്ചോണ്ടേയിരിക്കാം അവനോടെ. ഇനി അവനെന്ന് വിളിക്കട്ടെ, റാസ്കൽ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ കുന്താന്റെ അടുത്ത് എവിടെ കൊണ്ട് കളാ. അല്ലെങ്കിൽ ഈ നമ്പർ ഒന്ന് മാറ്റ്. അതും അല്ലെങ്കിൽ ചേട്ടന്റെ പേരിലാക്ക്. ഒന്ന് പേടിക്കാതെ മോളെ. അല്ലെങ്കിൽ പോകുന്നിടത്തൊക്കെ എന്നെയും കൊണ്ടുപോ. എന്നെ കൊണ്ട് പറ്റില്ല ഒറ്റയ്ക്ക് ഇവിടെ കഴിയാൻ. അപ്പൊ മോളോ? ഒന്ന് ബേജാറാകാതെ എന്റെ ശ്രീമതി. ഒരു സിമ്പിൾ ഫോൺ കോൾ അല്ലേ പ്രശ്നം? അതെ അതെ, ഫോൺ കോൾ തന്നെയാ. അവനതീ പറയുന്ന ചേട്ടനൊന്ന് കേൾക്കണം. അവനെ നമ്മൾ പിടിക്കുന്നു. എന്താ പോരെ? അവൻ തന്നെയാ. ചേട്ടൻ അങ്ങോട്ട് എന്ന് 2 കൂട്. അതോടെ അവൻ നിർത്തണം. ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ DYSP ആണ്. അല്ല, ഫോൺ എടുത്ത ഉടനെ തെറിവിളിയാണോ? സോറി സാർ. അതെ, ഞാൻ ലതയുടെ ഹസ്ബൻഡാണ്. അതെ, തെറ്റിദ്ധരിക്കരുത്. പോലീസ് ഓഫീസർ. അതെ സാർ. മിസ്റ്റർ ജയകുമാർ, ഒന്ന് ഇവിടം വരെ വരണമല്ലോ. ഉടനെ. ശരി സാർ. കോള് ട്രേസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ജസ്റ്റ് കോൺ ടോളറേറ്റ് ഇറ്റ് സാർ. ടോളറേറ്റ് ചെയ്തേ പറ്റൂ. വികാരം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് നമുക്ക് അവനെ പിടിക്കേണ്ടത്. നിങ്ങൾ കുറെ കൂടെ ക്ഷമ കാണിക്കണം. നിങ്ങൾക്ക് അങ്ങനെ പറയാം. നിങ്ങൾ പോലീസുകാരുടെ പലതിനോടുള്ള സമയം ശരിയല്ല സാർ. അല്ലെ പിന്നെ 3 ദിവസമായിട്ട് നിങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തന്ത്രം കൊണ്ടേ അവനെ വീഴ്ത്താൻ പറ്റൂ. അതിന് നിങ്ങളുടെ ഭാര്യ കൂടെ സഹകരിക്കണം. ഇനി അവൻ വിളിച്ചാൽ അവനോട് അല്പ സ്നേഹഭാവത്തിൽ സംസാരിക്കാൻ പറയണം. അവരെ തേടി അവൻ വരും. ഇതൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ചെയ്തേ പറ്റൂ. അവനെ എവിടെ വെച്ചെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വരെ പറയാൻ പറയണം. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ.
അയ്യോ എനിക്ക് പറ്റൂല, ഞാനിന്ന് എടുക്കൂല. എടുക്കാനല്ലേ പറഞ്ഞു, മറ്റേ കക്ഷിയാണെന്ന് അറിയാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ വഴി എടുത്തോ. എടുക്കെന്റെ പ്രേമേ. ഹലോ. ഹലോ. അപ്പോഴേ ആരോരും അറിയാതെ, നീ പോലും അറിയാതെ ഞാൻ നിന്നെ കണ്ടു. എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ സ്വപ്നം കണ്ടതിലും ഒക്കെ സുന്ദരി. ഐ എം നോട്ട് ഫ്ലാറ്ററിംഗ്, പ്രോമിസ്. ബ്യൂട്ടിഫുൾ ലിപ്സ്, ബ്യൂട്ടിഫുൾ ബോഡി, വീനസിനെ പോലെ. എനിക്ക് കേൾക്കണ്ട, ചേട്ടൻ വേണേ കേട്ടോ. അപ്പോഴേ സാരിക്ക് പകരം സ്വിമ്മിംഗ് സൂട്ട് ആവുന്നതാണ് നല്ലത്. യു ലുക്ക് സോ നൈസ്. ഒന്ന് പിടിച്ചേ. ഞാൻ പിടിക്കൂല. ആ റാസ്കലിനോട് എവിടെങ്കിലും വരാൻ പറ. ചേട്ടാ എനിക്ക് പേടിയാവുന്നു. അവന്റെ ശല്യം തീർക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. എനിക്കൊന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്താ പറയണ്ടേ? അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ എങ്ങനെയാന്ന് കാണുവാൻ ചോദിക്കും. അതൊക്കെ ഇരിക്കട്ടെ. ചിരിച്ച് സോഫ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന പോലെ. അതൊക്കെ ഇരിക്കട്ടെ, എങ്ങനെയാന്ന് കാണാൻ പറ്റുക ചോദിക്കാം. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ എങ്ങനെയാ ഒന്ന് കാണാ? എന്താ അവൾ കാണുമെന്ന് പറയുന്നതാ? അതെയോ? എവിടെയാ വരാൻ പറയണ്ടേ? പാർക്ക്, പാർക്ക്. അല്ലെങ്കിൽ വേണ്ട, മ്യൂസിയം പറ. മ്യൂസിയം മതി. പിന്നെ മ്യൂസിയത്തിൽ വന്നാൽ മതി. ആ മണ്ഡപത്തില്. എനിക്ക് തന്നെ അറിയാലോ, ഞാൻ കണ്ടുപിടിച്ചോളാം. ഒരു 5 മണിക്ക്. പിടിച്ചോ. മതിയായല്ലോ. ഇനി എന്തൊക്കെ വേണം? ഇനി എന്റെ സൗണ്ടോടെ ഇറങ്ങി പോകാനും പറ. വേണ്ട, വീട്ടിലിരിക്കുന്ന ആളാണ് തിരക്കിടില്ല. 6 മാസം വീട്ടിലാണെങ്കിൽ 6 മാസം ലോകം ചുറ്റില്ല. നമുക്കും ജീവിക്കണ്ടേ മോളെ? അടുത്ത ടൂറിന് മുമ്പ് പോലീസ് അവനെ പിടിച്ചിരിക്കും. പോരെ? അപ്പോഴേ സാറേ, ഞങ്ങളിവിടെ മാറി നിന്ന് കണ്ട് ആസ്വദിച്ചോളാം. പിന്നെ എന്ത് കിട്ടിയാലും കൃത്യമായി വീതിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇടയിൽ അലിഖിത നിയമം. ആ ശരി ശരി. വളച്ചത് നീയാണെങ്കിലും അതിന്റെ പിന്നിലുള്ള ബ്രെയിൻ ഞങ്ങളുടെയാ. പന്ത് ഞങ്ങളുടെ കോട്ടിലേക്കൂടെ ഒന്ന് ഇട്ടേക്കണേ. ആ ശരി ശരി, മാറി കേടാ, സൂക്ഷിച്ചൊക്കെ വേണേ. ഓൾ ദി ബെസ്റ്റ്. കടലകടല കപ്പലിന്റെ കപ്പലിന്റെ ചൂട് കപ്പലിന്റെ കപ്പലിന്റെ കടലകടല കപ്പലിന്റെ കപ്പലിന്റെ കടലകടല കപ്പലിന്റെ ചൂട് കപ്പലിന്റെ കടലകടല കപ്പലിന്റെ കപ്പലിന്റെ ചൂട് കപ്പലിന്റെ കടലകടല കപ്പലിന്റെ. എഴുന്നേക്കടാ. സുഹിമാന്റെ ഒരു കിടപ്പ് കണ്ടില്ലേ? നീ അവളെ കാണണ്ട. അവൾ ഒറ്റയ്ക്കല്ല, കൂടെ പോലീസുണ്ട്. എന്നെ പിടിച്ചു കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതൊന്ന് കാണണമല്ലോ. അതൊന്നും പറഞ്ഞോണ്ടിരിക്കാ, വേഗം എന്തെങ്കിലും വഴി നോക്ക്. അവളെവിടെ നിപ്പുണ്ട്. ഒരു പേനടാ. കടലകടല കപ്പലിന്റെ ചൂട് കപ്പലിന്റെ. എന്നെ പിടിപ്പിക്കാൻ എന്റെ പ്രേമി നീ ഒന്നുകൂടി ജനിച്ചു വരണം എന്ന് നിന്റെ
ഇനി വന്നേ. ഒരു 2 രൂപ ഉണ്ടോ? ആ ദാ ഇത് വെച്ചോ. പിന്നെ ആ നിൽക്കുന്ന മഞ്ഞ സാരി എടുത്ത ചേച്ചിയില്ലേ, ആ മഞ്ഞ സാരി എടുത്ത് ആ ചേച്ചിയുടെ ഇത് കൊണ്ട് കൊടുക്കണം. വായിച്ചു നോക്കരുത്. ഇതുകൊണ്ട് കൊടുത്താ ഉടനെ ഓടിക്കണം. ഓടിക്കണം. ഞങ്ങളെ വന്നോന്ന് പറയരുതേ. അവിടെ നിന്ന് ചേട്ടൻ തന്നതാ. എന്താ ദേ, ഇതും കൊടുത്തു വിട്ടേച്ച് അയാള് പോയി. എനിക്ക് പേടിയായിട്ട് വയ്യ. കരയാതെ. ഇതിൽ ഒരു നാണക്കേടുണ്ടോ മിസ്റ്റർ സോമശേഖരൻ? നിങ്ങൾ പറഞ്ഞു വിട്ട 2 വണ്ടി പോലീസുകാർ നോക്കി നിൽക്കേ അവൻ സുന്ദരമായിട്ട് നിങ്ങളെ വെട്ടിച്ചളഞ്ഞില്ലേ? വെറുതെ എന്താ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇതൊക്കെ കാണാനോ? ജയകുമാർ ഇത്ര ചൂടായി സംസാരിക്കാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു സാധാരണ ക്രിമിനലിനെ പിടിക്കുന്ന പോലല്ല ഇത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളൊരു ശ്രമം നടത്തി, പൂർണ്ണമായും വിജയിച്ചില്ല. സാറ് പറയുന്ന കേട്ട ഏതാണ്ട് നേടിയ മാതിരി തോന്നും. അവന് നേരിട്ട് തെറി പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു കടലാസൊന്നും എഴുതി കൊടുത്തയച്ചു, അത്ര തന്നെ. അത് തന്നെ ഒരു തെളിവാണ് മിസ്റ്റർ ജയകുമാർ. ഹലോ, യെസ് സർ, കോൾ ഫോർ യു. ഹലോ, യെസ്. അതെയോ? അപ്പോ ആ ലെറ്റർ ഉടനെ തിരിച്ചയച്ചേക്ക്. ശരി മിസ്റ്റർ വിജയകുമാർ, നമ്മൾ ഊഹിച്ച പോലെ തന്നെ. ജയകുമാർ, ഐ വിൽ കാച്ച് ഹിം ലൈക്ക് ദിസ്. ഞങ്ങൾക്ക് 2 ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഒന്നവന്റെ കയ്യക്ഷരം, മറ്റൊന്ന് ഹീസ് എ ഡ്രഗ് അഡിക്റ്റ്. പിന്നെ ഇവിടെ മയക്കുമരുന്ന് വിൽക്കുന്നു എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്യും സർ. റെയ്ഡ് ചെയ്യണ്ട, ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഓക്കെ? പിന്നെ മിസ്റ്റർ ജയകുമാർ സംശയിക്കുന്നത് പോലെ അത്ര കഴിവില്ലാത്തവരൊന്നും അല്ല നമ്മുടെ പോലീസുകാർ. അല്ലായിരിക്കും. ഞാൻ ആരെയും ചെറുതായി കണ്ടില്ല സാർ. എന്റെ പ്രശ്നം പറഞ്ഞു, അത്രേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവന്റെ ശല്യം ഒന്ന് ഒഴിവാക്കി തന്നാ മതി. മിസ്സസ് തനിച്ചാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതൊക്കെ നമുക്ക് പിടിക്കാമെന്ന് ധൈര്യമായിട്ട് പോയിക്കോളൂ. ശരി സാർ. അയാൾ പറഞ്ഞ് 100% ശരിയല്ലേ? നിങ്ങൾ കുറെ പോലീസുകാരെയും കൂട്ടി സ്പോട്ടിൽ തന്നെ പോയി ഇറങ്ങിയോണ്ടല്ലേ അവൻ എസ്കേപ്പ് ചെയ്ത്? തന്നെയുമല്ല, നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോയി തന്നെ വിട്ടിത്തമല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല സർ. എന്തുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല? അവൻ പബ്ലിക് കോൾ ഓഫീസിൽ നിന്ന് മാത്രം ഫോൺ ചെയ്യാൻ ബുദ്ധി ഉപയോഗിക്കുന്നവനല്ലേ? അവനെ നിങ്ങൾ എങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു? അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ വളയാമെന്നാണ് ഞാൻ കണക്കൂട്ടിയത്. നിങ്ങളുടെ കണക്കൊന്നും എനിക്ക് കേൾക്കണ്ട. മേലാൽ ഈ കേസ് അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. സർ, എത്രയും പെട്ടെന്ന്